നിങ്ങൾ പഠിച്ചിരിക്കുന്ന സ്കില്ല് ഏത് തന്നെയാണെങ്കിലും ഞാൻ ഒരു ക്യാമറമാനെ ഉദാഹരണം വെച്ച് പറഞ്ഞുതരാം. ഒരു കോഴ്സ് പഠിച്ചിറങ്ങി ലൈഫ് സെറ്റായി എന്ന് കരുതിയിരിക്കുന്നവരോട് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ. ഒരു ട്രയാങ്കിൾ ഉണ്ട്, അറിയോ? പ്രൈസ്, ഡിമാൻഡ്, സപ്ലൈ. ഈ 3 കാര്യങ്ങളെയും കണക്ട് ചെയ്യുന്ന ഒരു ട്രയാങ്കിൾ ഉണ്ട്. ആ ട്രയാങ്കിൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും പണി കിട്ടും. പണ്ട് പഞ്ചായത്തിൽ ഒരൊറ്റ സ്റ്റുഡിയോ ഉണ്ടാവുള്ളൂ. അവിടെ 1-2 ക്യാമറാമാൻമാരുണ്ടാവും. ആ പഞ്ചായത്തിൽ വേറെ സ്റ്റുഡിയോ ഇല്ലാത്തതുകൊണ്ടും ക്യാമറാമാൻമാർ ഇല്ലാത്തതുകൊണ്ടും ഇവരെ വർക്കാണ് അവിടുത്തെ അടിപൊളി വർക്ക്. നല്ല ഡിമാൻഡാണ്. അതുകൊണ്ട് തന്നെ മോശമില്ലാത്തൊരു പ്രൈസ് അവർ കോട്ട് ചെയ്യുന്നുണ്ട്. കാലം മാറി, ടെക്നോളജി വളർന്നു, പല കാര്യങ്ങളിലും അപ്ഡേഷൻസ് വന്നു. ഇന്ന് ഐഫോൺ ഉപയോഗിച്ച് വരെ വെഡിങ് വീഡിയോഗ്രാഫിയും ഫോട്ടോഗ്രാഫിയും ഷൂട്ട് ചെയ്ത് കൊടുക്കുന്ന ടീമുള്ള നാടാണ് അത്. പ്രൈസിന്റെ കാര്യം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇത് ആ ഇൻഡസ്ട്രിയിൽ ഉണ്ടാക്കിയ വലിയൊരു ചേഞ്ച് എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? മെയിനായി പറയുകയാണെങ്കിൽ ടെക്നോളജി എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യമായിട്ട് മാറി. അഫോർഡബിൾ ആയി എല്ലാവർക്കും. ആ ഏരിയയിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ആർക്കും അനായാസം കൈകാര്യം ചെയ്യാൻ പറ്റുന്നതായി മാറി. അതുകൊണ്ട് തന്നെ ഡിമാൻഡ് കുറഞ്ഞു, സ്വാഭാവികമായിട്ട് പ്രൈസും കുറയ്ക്കേണ്ടി വന്നു. ഈ ഒരു അവസ്ഥ സ്കില്ല് ഓറിയന്റഡ് ആയിട്ടുള്ള എല്ലാ മേഖലയിലും ഉണ്ട്. അപ്പോൾ നിങ്ങൾ ജോലി ചെയ്യുകയാണെങ്കിലും ഫ്രീലാൻസർ ആണെങ്കിലും എന്തെങ്കിലും ബിസിനസ് ഫേം റൺ ചെയ്യുകയാണെങ്കിലും ഒക്കെ ഈ ഒരു അവസ്ഥ അവിടെ ഉണ്ട്. ഇൻഡസ്ട്രിയിൽ, മാർക്കറ്റിൽ നിങ്ങൾക്ക് ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എങ്കിൽ യു വിൽ ലൂസ് ദ പ്രൈസ്. അതിന് മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോമ്പറ്റീഷൻ തന്നെയാണ്. അവിടെ നിങ്ങൾക്ക് സ്റ്റാൻഡ് ഔട്ട് ചെയ്യാൻ പറ്റണം. ടെക്നോളജി നിങ്ങൾ അപ്ഡേറ്റ് ആയിരിക്കണം. പുതിയ പുതിയ ടൂൾസിൽ നിങ്ങൾ ഫെമിലിയർ ആയിരിക്കണം. മറ്റുള്ളവരെക്കാട്ടിലും നിങ്ങൾക്ക് കഴിവുണ്ടോ എന്നതാണ് ഇവിടെ പ്രധാനം. അതിന് നമുക്ക് പോർട്ട്ഫോളിയോ എടുക്കാം. മസ്റ്റായിട്ടും ഞാൻ ചെയ്ത വർക്കുകളുടെ പോർട്ട്ഫോളിയോ ഞാൻ ഷോക്കേസ് ചെയ്തിരിക്കണം. കാരണം ആ പോർട്ട്ഫോളിയോ ആണ് ഞാൻ ആരാണ് എന്ന് കാണിക്കുന്നത്. അതുമാത്രമല്ല, ഒരു വർക്ക് കണ്ടു കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് കണ്ടു കഴിഞ്ഞാൽ അത് ആരാ ചെയ്തതെന്ന് 4 ആൾ ചോദിക്കണം. അപ്പൊ നിങ്ങളോട് ചോദിക്കാനുള്ള ചോദ്യം ഇതാണ്: ആർ യു കോൺഫിഡന്റ് അബൌട്ട് യുവർ സെൽഫ്? അത് നിങ്ങളൊരു ഇൻഡിവിജ്വൽ ആയിക്കോട്ടെ, ഫ്രീലാൻസർ ആയിക്കോട്ടെ, ഒരു പേഴ്സണൽ ബ്രാൻഡ് ആയിക്കോട്ടെ, ഫേം ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, ആർ യു കോൺഫിഡന്റ്? ഈ ഇൻഡസ്ട്രി നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റണമെങ്കിൽ നിങ്ങളുടെ തട്ട് എപ്പോഴും ടോപ്പ് ലെവലിൽ കീപ്പ് ചെയ്യാൻ പറ്റണം. അപ്പൊ ശരിയെന്നാ, ബൈ.